ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഗൈസ്, ഈ വീഡിയോയില് ഒരു ബിഗ് സർപ്രൈസ് ഉണ്ട്. ഞങ്ങൾക്ക് സർപ്രൈസ് ഒന്നുമില്ല, ഞങ്ങള് മതിയായിക്കൊണ്ട് ഞങ്ങൾക്ക്. ഇന്നാലും നമ്മൾ സർപ്രൈസ് ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. നമ്മൾ എവിടെ വെച്ചപ്പോ എവിടെ നിൽക്കുന്നത്? നമ്മൾ എവിടെ നിൽക്കുന്ന വെച്ചാൽ നമ്മൾ നാട്ടിലെത്തിയിട്ടുണ്ട്. ആർക്കും അറിയില്ല നമ്മൾ വരുന്ന കാര്യം. ഞങ്ങൾ വേറൊരു സ്ഥലത്തേക്ക് പോയിട്ട് ഞങ്ങൾ നേരെ അങ്ങോട്ട് വന്നതാണ്. പക്ഷെ വന്നത് വേറൊരു സർപ്രൈസും കൂടി ഉണ്ട്. നിങ്ങൾക്ക് ആർക്കും അറിയില്ല. ആ സർപ്രൈസ് നമ്മൾ എന്തായാലും പറഞ്ഞുതരാം. അപ്പൊ ഞങ്ങള് രാവിലെ ഇത്ര സമയം വിചാരിച്ചിട്ട് എത്തിയപ്പോ ഞങ്ങൾ എത്തിയപ്പോ തന്നെ ഏകദേശം ഒരു 4 മണിയില്ലേ, 4 മണിയായില്ലപ്പോ. ഏകദേശം ഒരു 4 മണി ആയിക്കണു. ഞങ്ങൾ മുന്നേ എത്തുന്നാണ് വിചാരിച്ചത്. ഇവിടെയൊക്കെ മഴ ആയത് കാരണം കൊണ്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, റോഡിന് കണ്ണ് തരിയാത്തതൊക്കെ. അപ്പൊ ഞങ്ങൾ എങ്ങനെയാണ് വന്നത്, എവിടുന്നാണ് വന്നത് എന്നൊക്കെ നമ്മുടെ വീഡിയോയിൽ ഉണ്ടാവും. അപ്പൊ എന്തായാലും നമുക്ക് പോയിട്ട് ഉമ്മാനൊക്കെ ഒരു സർപ്രൈസ് കൊടുക്കുക. ഫോൺ ചെയ്യണോ അതോ ബെല്ലടിക്കണോ? ഏത് ചെയ്യാം ഫസ്റ്റ്? ഫോൺ ചെയ്യണം. ആദ്യം നമ്മൾ കാർ ഇപ്പൊ പാർക്ക് ചെയ്യണം. കാർ നമ്മൾ ഇതിന്റെ ഉള്ളിലിടാൻ നമുക്ക്. അപ്പൊ ഗൈസ്, കാറിന്ന് ഇതിൽ എന്തായാലും വന്നു. അപ്പൊ നമ്മൾ വന്നത് എന്തിലാന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ വാടകയ്ക്ക് കാർ എടുത്തിട്ട് നമ്മൾ കാറ് തന്നെ ഡ്രൈവ് ചെയ്തിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇതുവരെക്കും ഇതിന്റെ നടുവിലൊക്കെ നമ്മൾ കാറ് ഡ്രൈവ് ചെയ്തിട്ട് ഒരു സ്പേസിൽ പോയിട്ടുണ്ടായിരുന്നു. നമ്മളതൊന്നും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കാർ എടുത്തിട്ട് ലോങ് കുറച്ച് ലോങ്ങില് ഇപ്രാവശ്യത്തെ ഓട്ടം കുറച്ച് ലോങ് ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ എവിടുന്നാ വന്നതെന്നുള്ളത് ഞാൻ ഓൾറെഡി രണ്ട് ദിവസമൊക്കെ ഇവിടെ ഉണ്ടാവും. ആ 2 ദിവസം വീഡിയോയിൽ എന്തായാലും ഞാൻ പറഞ്ഞുതരാം. നമുക്ക് സ്കൂൾ ലീവാണ് ഇപ്പോൾ, അത് കാരണം കൊണ്ട് ചെറുതായിട്ട് പോകുന്നേ ഉള്ളൂ. അപ്പൊ നമുക്ക് എന്തായാലും കാർ ഇപ്പൊ ഇതിലിടാം. ഓലൊക്കെ കടന്നുറങ്ങുന്ന കാര്യം കൊണ്ട് ഓല ഇതാക്കണ്ട. നമുക്ക് തൽക്കാലം ഇവിടെ എവിടെയെങ്കിലും ഇട്ടിട്ട് നമുക്ക് രാവിലെ ഷെഡിലിടാം. അപ്പൊ നമ്മൾ എന്തായാലും പോയിട്ട് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഓൾറെഡി ഞാൻ വരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വരുന്നില്ല പറഞ്ഞു. പിന്നെ അമ്മ അതിനെ കുറിച്ചിട്ട് എന്നോട് ചോദിക്കൊന്നും ചെയ്തില്ല. അപ്പൊ നമ്മൾ എന്തായാലും പോവാണ്. അപ്പൊ കാർ ആദ്യം പോയി പാർക്ക് ചെയ്തിട്ട് വരൂ. അപ്പോ നമ്മൾ വന്നത് ഈ കാറിലാണ്. ഇത് നമ്മൾ വാടകയ്ക്ക് എടുത്തിട്ടാണ് വന്നത്. അപ്പൊ നമ്മുടെ മിസ്റ്റർ കാറ് ഡ്രൈവിങ്ങും ചെയ്യും. അപ്പൊ ആദ്യം ഡ്രൈവിങ് ചെയ്യാൻ അറിയാമായിരുന്നു, പക്ഷെ കുറെ കാലത്തിന് ശേഷം പറ്റാത്തത് കൊണ്ട് ഇപ്പൊ പച്ചക്ക് എടുത്തിട്ട് നമ്മൾ ഓരോ സ്കൂളിലൊക്കെ നമുക്ക് ഈ കാർ പൊളിച്ചിലിടാം. നമുക്ക് എന്തായാലും രാവിലെ ഇടാം. അതേർക്ക് ഇവിടെ എവിടെയെങ്കിലും ഇട്ടിട്ട് പോകാൻ നിങ്ങളുടെ എല്ലാം കിട്ടാൻ വരണ്ടേ? കാറ് ഈ തൽക്കാലം അതിൽ നമുക്ക് രാവിലെ ഏകദേശം രാവിലെ ആയിട്ടുണ്ട്. നമുക്ക് ഇപ്പോഴാണ് രാത്രി. തിരുടന്മാരിലൊക്കെ തിരുടൻ പറഞ്ഞാൽ 2 മണിയൊക്കെ ബെല്ലടിച്ച് നോക്കട്ടാ. അപ്പൊ നമ്മള് രാവിലെ ആയിട്ടുണ്ട്. നമ്മൾ രാത്രി ഉമ്മാനെയൊക്കെ വിളിച്ചിട്ട് ഉമ്മ എന്ത് ചെയ്ത് പോണു, ജനലിന്റെ കറക്റ്റൊക്കെ തുറന്നിട്ട് ഞങ്ങളാണെന്ന് തുറന്നു നോക്കിക്കോളൂ. പക്ഷെ ഉമ്മാക്ക് ഇന്നാലും ഞങ്ങള് വരില്ലാന്നാ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉമ്മ ആരാ വിചാരിച്ചെന്നൊക്കെ പറയുണ്ടായിരുന്നു. അപ്പൊ ഉമ്മാനോട് ചോദിച്ചു നോക്കാം നമുക്ക്. ഇപ്പൊ രാവിലെ പോയി നോക്കുമ്പോ ഐബു നീച്ചിരിക്കണ്ടായിരുന്നു, അയാന നീച്ചിട്ടുണ്ടായിരുന്നു, വേറെ അലേഹ നീച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാരും ഇവിടെ എണീറ്റ് അവിടെ ഇരിക്കുന്നുണ്ട്. നമ്മൾ എത്തിയിട്ടുണ്ട്. ഇവിടെ നോക്കുമ്പോ പെരുമഴക്കാലം. നമുക്ക് നാട്ടില് അവിടെ സേലത്ത് മഴയൊന്നുമില്ല, ഇവിടെ ഭയങ്കരമായിട്ടുള്ള മഴ. സങ്കടം വരുന്നില്ല. അപ്പൊ നമുക്ക് പോവാ, താഴത്തേക്ക് പോവാ. Aibu കുട്ടിയടുത്തു ഒന്നിനോ കാര്യനായിബു ധാരാണിത്. മിയാസ് 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 മിയാസ്
എല്ലാവർക്കും ഞങ്ങൾ വന്നത് സർപ്രൈസ് ആയിരുന്നു. നിങ്ങള് വന്നത് ഉറക്കെഴുന്നിട്ട് ചക്കര പറഞ്ഞത് ചോക്കേക്ക് വന്നു ചോദിച്ചു. എപ്പോഴാ വന്നു ചോദിച്ചപ്പോഴാ പറഞ്ഞ് രാവിലെ വന്നിരുന്നു. പിന്നല്ലേ പറഞ്ഞത് നിങ്ങൾ എത്ര 4 മണിക്കാ വന്നു? ഞങ്ങൾ ഇവിടെ 4 മണിയായി. അങ്ങോട്ട് തെരഞ്ഞു പിടിച്ച് റോഡൊക്കെ ഇത് നമ്മൾ ഫസ്റ്റ് തന്നെ കാർ എടുത്തിട്ട് വരുന്നത്, നമുക്ക് വഴി അറിയില്ല. എപ്പോഴും വന്നിട്ട് പഴക്കണ്ടെങ്കിൽ നമുക്ക് ആ റൂട്ട് അറിയാം. ഇനി പോകുമ്പോ ഒരാൾക്ക് ആഗ്രഹം കുറെ ഡ്രൈവിംഗ് ചെയ്യണം. ഡ്രൈവിംഗ് ചെയ്താലേ എല്ലാവരും ഇത് വരുള്ളൂ. രാത്രിയുള്ള എക്സ്പീരിയൻസ് വേണമെങ്കിലൊക്കെ പെട്ടെന്ന് ഇപ്പൊ ആദ്യം കാർ 4 വീലറിന്റെ ലോറിയൊക്കെ ഓട്ടു, ബസ്സൊക്കെ അതിന്റെയൊക്കെ ലൈസൻസ് വാങ്ങിച്ചിക്കണോ. ടച്ച് ഇല്ലാണ്ടിരുന്നു 10-14 വർഷം. ടച്ച് ഇല്ലാണ്ടിരുന്നപ്പോ ഒരാഴ്ച ഒരു ഫ്രണ്ടിന്റെ വണ്ടി വാങ്ങി അവൻ ആ ഗീറും അത് ഇതൊക്കെ പറഞ്ഞു കൊടുത്തു. പിന്നെ മനസ്സിലായത് തന്നെ ഒരു വണ്ടി എടുത്തിട്ട് അങ്ങനെ ഇപ്പൊ ഇതോടെ 3-ാമത്തെ വണ്ടി, 3 വ്യത്യാസമുള്ള വണ്ടി. 7 സീറ്റർ ആദ്യമായിട്ട് എടുത്തിട്ട് വരുന്നത്. പക്ഷെ എന്താന്ന് വെച്ചാൽ 7 നമ്മൾ ഓരോ വണ്ടി വ്യത്യാസമല്ല വാടക വരുന്നത്. ആ ഓരോ വണ്ടിയുടെ ആ ക്ലച്ചും ഇതൊക്കെ കൈ കിട്ടണം. ഇത് ഫസ്റ്റ് എടുത്തപ്പോ ഒരു ഇടങ്ങാറായിരുന്നു. വണ്ടി ഇല്ല. ഇത് അപ്പുറത്ത് അറിയുന്ന ആൾക്കാരുടെ വണ്ടി 2500 പറഞ്ഞു. അത് 2000 ഉള്ളൂ. കിട്ടിയില്ല. ഒക്കെ ഈ ആടിയല്ലേ, ആടിയായതിനും കൊണ്ട് ഈ ബലി കൊടുക്കാൻ പോകും. കർക്കിടകവാവിനെല്ലാം ഈ മധുര ഒകനക്കല്ല് വെള്ളമുള്ള സ്ഥലം വെച്ചിട്ട് പോകും. വണ്ടികളൊക്കെ പോയി. ഇത് അറിയുന്ന ആൾക്കാരെ തന്നാണ്. ശരി, എല്ലാ വണ്ടിയും ഓടിച്ചു പിടിക്കണല്ലോ. എന്നാ പിന്നെ എല്ലാ വണ്ടിക്കും ഏത് വണ്ടി ഓട്ടെ. ഇത് കുഴപ്പമൊന്നുമില്ല. ഫസ്റ്റ് ഇത് ഞങ്ങൾക്ക് മഴയുണ്ടേ. ഞങ്ങളെ ഇങ്ങനെ പോന്നത് നമ്മുടെ മേഴ്സി കോളേജ് അങ്ങനെയാ പോന്നത്. വാളയാർ അങ്ങനെ ഞങ്ങള് സ്ട്രെയിറ്റ് സേലത്ത് ഒറ്റപ്പാലം വന്നിട്ടില്ല. ഞങ്ങള് ദിണ്ടുക്കല്ല് തിരിച്ച് ഞങ്ങൾ ദിണ്ടുക്കല്ല് കേറിയിട്ട് അടുത്തത് നമ്മള് പൊള്ളാച്ചി റൂട്ടില്ലേ, കൊടൈക്കനാൽ, ആ റൂട്ടൊക്കെ കേറി. അങ്ങനെ കേറി. അതിലെന്താ വിറ്റ് ചോദിച്ചാല് മാപ്പ് ഇട്ട് തന്നെ കൊണ്ട് കൊറേ ടേണിങ് പോകാൻ പറയും. പിന്നെ തിരിച്ചു വന്നിട്ട് പിന്നെ തിരിച്ചു പോയി. അത് അങ്ങനെ കൊറേ എങ്ങനെയൊക്കെ ഇവിടെ എത്തി. പിന്നെ ഇവിടുന്നാണ് 3/4 മണിക്കൂർ, അരമണിക്കൂർ 3/4 മണിക്കൂർ കൊണ്ട് ഇവിടെ 2 മണിക്കൂറായി. ലേന മറന്നിട്ടില്ലേ? മൂത്തമ്മ മൂത്തമ്മ ഇതാരാ? ഇത് മിയ. ഇത് മിയ. ഇവിടെ പറയായിരുന്നു ആദ്യം മിയ. അബു ഇവിടെ പോയി. നാളെ പോവാണ്. അതാ പിന്നെ നിങ്ങൾ പോയാ പിന്നെ നിങ്ങൾ പിന്നെ കാണാൻ പറ്റില്ല. ഞങ്ങൾ അവിടുന്ന് പോകുന്നത്. നിങ്ങൾ വന്നിട്ട് ഞാൻ 2 പേര് വന്നിടി. വന്നിട്ട് 2 പേര് വന്നില്ലേനാ. ഇതിന് മുന്നേ എന്നായിരുന്നു? അന്ന് ഇതിന് വന്നില്ലേ, പാപ്പാന്റെ പരിപാടിക്ക് വന്നു. പോയിട്ട് പോന്നു. നെയ്ച്ചോറാണ്. നെയ്ച്ചോറ് എന്തായാലും 4-5 കൂട്ടാന്. അല്ലേ രാത്രിയായി ഉമ്മാനൊന്ന് പേടിപ്പിക്കാന്നുള്ള ഐഡിയയില വന്നത്. ഞാനായിക്കടെ നോക്കിയല്ലോ. എനിക്ക് മനസ്സിലായി നിങ്ങള് ഇവിടെ നോക്കും. നിങ്ങൾ കാരണം എനിക്ക് നല്ല ഉറപ്പാണ്. കാരണം അപ്പോഴും പറഞ്ഞ അമ്മമ്മ ജനലിന്റെ കർട്ടൻ തുറന്ന് നോക്കുമ്മാന്ന്. ഞാനായിക്കടെ നോക്കി. ഞങ്ങള് ആദ്യം വരുന്നില്ല എന്നല്ലായിരുന്നു. ഞങ്ങള് ശരി ഫോണ് കട്ടാക്കിയപ്പോ തന്നെ വിചാരിച്ചു ഞങ്ങൾ ഇന്നലെ ഫോണ് കട്ടാക്കിയപ്പോ ഞാൻ എവിടെ തിരിച്ചിരുന്നു. ഞങ്ങൾ വരികയായിരുന്നു തിരിച്ച്. ഞങ്ങൾ അങ്ങനെ വന്നത്. ഞങ്ങൾ നാഗൂര് പോയിക്കായിരുന്നു. ഞങ്ങൾ നാഗൂര് പോയിട്ട് വണ്ടിയിൽ ഇങ്ങനെ പോരാനോ. സ്വന്തം വണ്ടിയാണ് കുഴപ്പമില്ലേ. സ്വന്തം വണ്ടി ആവുമ്പോ പെട്രോൾ മാത്രം അടിച്ചാൽ മതി. ടോൾക്ക് പൈസ കൊടുത്താൽ മതിയേ. ഇത് വാടക ആവുമ്പോ വാടക പൈസയും അതെത്തും.
നിങ്ങൾ നാഗൂർ പോയിക്കണോ അമ്മ? ഞാൻ എവിടെയും പോയിട്ടില്ല, നാവൂരും പോയിട്ടില്ല. ഞങ്ങൾ നാഗൂര് പോയി. നാഗൂര് പോയിട്ട് നേരെ പോന്നു. എന്താ അവിടുത്തെ സ്പെഷ്യൽ നാഗൂരത്തെ പള്ളിത്തെ എന്താ സാധനം? കുറെ സാധനം. അപ്പൊ ഞാൻ നാഗൂര് പോയിക്കായിരുന്നു പള്ളിക്ക്. അവിടെ പോയപ്പോ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആണ് ഫുള്ളൊക്കെ സിയാറത്തിന് വന്നിട്ട് വണ്ടിയില്. എല്ലാ ഉസ്താദുമാരും ഈ വല്യപ്പന്മാരൊക്കെ ഉണ്ടാവുമല്ലോ, വല്യമ്മമാര് വല്യപ്പന്മാര്. ഞാൻ അവിടെ ഇങ്ങനെ ഇരിക്കായിരുന്നു. ഓരോരുത്തർ വന്ന് കൈമ പിടിക്കുമ്പോ എനിക്ക് അലാക്കിന്റെ പേടി. നമ്മളിങ്ങനെ ഇരിക്കല്ലേ, ഒന്നിങ്ങനെ പിടിക്കല്ലേ, ഹലോ അസ്സലാമു അലൈക്കും പറഞ്ഞിട്ട് വരികയാണേ. അപ്പോഴേ മനസ്സിലായി എന്നോട് കൈ തരുമ്പോഴേ പറഞ്ഞപ്പോ നിങ്ങള് അവിടുന്നാ വരുന്നത് ഇവിടുന്നാ വരുന്നത് എന്നൊക്കെ കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മള് സിയാറത്തിന് വരികയാണ്. കുറെ ആൾക്കാർ ഫുള്ളും നമ്മുടെ നാട്ടിലത്തെ ആൾക്കാരധികമല്ല, നമ്മുടെ നാട്ടിലത്തെ ആൾക്കാര് പോയി. പക്ഷെ നാഗൂര് ദൂരം അധികം. എങ്ങനെ പോവാണെങ്കിൽ ഞങ്ങൾക്ക് സേലത്തുനിന്ന് അവിടുന്ന് ആ 5 മണിക്കൂറുള്ളൂ. സേലത്തുനിന്ന് ഇങ്ങോട്ട് വരെ 5 മണിക്കൂറല്ലോ, അതേമാതിരി അവിടെ 5 മണിക്കൂറാണ് എളുപ്പം. അവിടെ നാവൂരിന്ന് അവിടുന്ന് ഇങ്ങോട്ട് വന്ന് സംഭവിച്ചണം. ഞങ്ങൾ 500 കിലോമീറ്റർ ഒറ്റക്ക് വണ്ടി ഓട്ടിട്ട് വന്നു. അത് ഉറങ്ങാൻ എക്സ്പീരിയൻസ് വേണം. രാത്രി ഉറങ്ങാണ്ട് വണ്ടി ഓട്ടണമെന്ന്. ഇവിടെ ഉറങ്ങിയില്ലേ? ഇല്ല, നടുവിലൊന്ന് ചെറുതായിട്ടൊന്ന് ഇവിടുന്നാണ് ആകെ പണിയായത്. വാണിയംകുളത്തുനിന്നേ റോഡ് കണ്ണും കാണാൻ. വാണിയംകുളത്ത് നിങ്ങൾ വന്ന് പിന്നെ അവിടുന്ന് കോതർച്ചയിലും കിട്ടല്ലേ ഉള്ളൂ. റോഡ് ഇരുട്ട്, അന്ന് ഭയങ്കര ഇരുട്ട്. പിന്നെ ആ കുഴിക്കടൊക്കെ വെള്ളം നിറഞ്ഞിട്ടുണ്ടാവും, കണ്ണാണണ്ടേ. അപ്പൊ അപ്പൊ നമ്മളെന്തായാലും എത്തിയിട്ടുണ്ട്. ഇത് ഉമ്മാക്ക് ഞാന് നമ്മുടെ നാഗൂരത്തെ സ്പെഷ്യൽ സാധനങ്ങളാണ് ഓരോന്നുണ്ടാക്കി തുറന്നോക്കി. ഡപ്പയിൽ നമുക്ക് ആവശ്യം വരും. തുറന്നു നോക്കി. ഡപ്പ ഞങ്ങൾ ഡപ്പയില് തരിക. അതൊരു കവറിലാക്കിയിട്ട് ഇങ്ങനെ ഡപ്പയിൽ തരും. ഞാൻ പിന്നെ തോന്നുന്നു ഞങ്ങളെപ്പോഴും നാഗൂർ വന്നത് വാങ്ങിട്ട് പോകും. അവിടുത്തെ എല്ലാവർക്കും അറിയുന്നു വിചാരിക്കണം പോയവർക്ക്. അലുവേ അത് നട്ട്സ് അലുവ എല്ലാതും ഉണ്ടാവും. അലുവല്ലമ്മ, അത് പരുത്തിപ്പാല് തോന്നുന്നുണ്ട്. നല്ല രസമാക്കെ തിന്നാന്. ആദ്യമൊക്കെ വാങ്ങി തിന്നിരുന്നു, ഇപ്പൊ അതൊന്നും തുടരില്ല. അതുകൊണ്ട് വീട്ടിലൊന്നും വാങ്ങിയിട്ടില്ല. ഓരോന്നും ഓരോരോ ടേസ്റ്റ്. ഒന്ന് പരുത്തിപ്പാല്, ഒന്ന് തേങ്ങാപ്പാല്, അങ്ങനെ ഓരോന്ന്. പാത്രങ്ങളുണ്ടല്ലോ. ഞങ്ങളൊക്കെ വിരുന്നേരം നമുക്ക് എന്തെങ്കിലും കൊണ്ടുപോവാ വെച്ചോളി. അത് അവിടുത്തെ ബൂന്തി. ഇതാണ് അവിടുത്തെ ചീർണി ബൂന്തി. അതുണ്ട്. അത് അലുവ തോന്നുന്നുണ്ട്. അത് അലുവരിക്കും. തുറന്നു നോക്കി. അങ്ങോട്ട് വാങ്ങിട്ടില്ലേ? അവിടെ ആരും തിന്നില്ലേ? ഇവിടുന്ന് കുട്ടികൾ കുറച്ച് കൊടുത്തായി. ഞാൻ മധുരം തിന്നില്ലല്ലോ. ഇതിന്റെ വലിയ വലിയ പാത്രങ്ങളൊക്കെ തരും. ഞങ്ങൾ പൈസ കൊടുക്കണ്ടേ? ഇത് 1/4 കിലോ 130. ഞാൻ ഓരോരോ ഇത് ഗിഫ്റ്റ് അൺബോക്സിംഗ് അല്ലേ. നാഗൂർ പള്ളിയില്ലേ, അത് ശരി. പള്ളിത്തെ മധുര സ്വീറ്റ്സ് ആവില്ലേ? അവിടുത്തെ സ്പെഷ്യൽ ഇതാണ് സ്വീറ്റ്. അവിടുത്തെ ചീർണിയോ അല്ല, അവിടുത്തെ ചീർണി ഇതാണ് ബൂന്തി. കളർ ബൂന്തി ഉണ്ടാവില്ലേ, അവിടുത്തെ കളർ ബൂന്തി. ഇതെന്തായാലും വരും. ഇതാണ് അവിടുത്തെ ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്. അവിടുത്തെ ഓരോ അൽവകള്, പരുത്തിപ്പാല്, ബാദാം പാല്, തേങ്ങാപ്പാല് ഒക്കെ ഭയങ്കര ടേസ്റ്റ് എടുക്കും. തേങ്ങാപ്പാല പരുത്തിപ്പാലാണ്. നല്ല രസല്ലേ? അലുവ പോലത്തല്ലേ? അലുവ വേറെ ഉണ്ട്, നട്ട്സ് അലുവ. എരി പുളിപ്പ് അത് തിന്നിട്ട് ബാക്കിയുണ്ടെങ്കിലേ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചോട്ടോ. രസല്ലേ? അപ്പൊ ഇത് പരുത്തിപ്പാലായിരിക്കും. അതൊരു അതെന്താ വെച്ചാ അവിടുത്തെ ഇത് തേങ്ങാപ്പാലായിരിക്കും. തേങ്ങാപ്പാലല്ലവാ? ഞങ്ങൾ എപ്പോ പോണെങ്കിലും വാങ്ങിയിട്ടാ പോലെ. ഇപ്രാവശ്യം ഞങ്ങൾ വാങ്ങിയില്ല. ഞങ്ങൾ രണ്ടാളും തിന്നൂല്ല. പിന്നെ കുട്ടികൾക്കായിട്ട് ഇച്ചിരി പോയ അധികം. അപ്പൊ എന്തായാലും നിങ്ങൾ വാങ്ങിട്ട് വരില്ല. ഇവിടുന്ന് കുറച്ചൊക്കെ കഴിച്ചോട്ടെ എടുത്തിട്ട് പോകും. അതെന്താ സാധനം എനിക്ക് എനിക്കൊന്നും അറിയില്ല. ഇതും അതേമാതിരി ലഡു ലഡു ഇത് ലഡു അല്ലാണ്ട് മധുരണ്ടാവില്ല. ഡപ്പകള് കണ്ടു ഞങ്ങൾ ഡബയിലാ തരും. ഇനി അലുവ ഉണ്ടാവേ. ഇനി നെറ്റ്സ് അലുവ ഉണ്ട്, സാധാ അലുവ. കറുപ്പല്ല, അത്തിപ്പഴം, ബാദാം അതൊക്കെ ഇട്ടിട്ടുള്ള അലുവ.
ഇത് രസമുണ്ടോ? ഇന്നപ്പോ തന്നെ നല്ല മധുരം. അല്ലെങ്കിലും ആ കേക്ക് നല്ല മധുരം ഇതൊക്കെ ഉണ്ട്. ഉണ്ടോ? വലിയ സാധനങ്ങൾ. ഇതാണ് നല്ല സോഫ്റ്റ് ഉണ്ട് സാധനം. അവിടുത്തെ സ്പെഷ്യൽ. ഫ്രഷ് അല്ലേ ഉണ്ടാക്കിയപ്പോൾ. നിങ്ങൾ ആരും നാഗൂർ പോയിക്കണോ? ഞാൻ പറ്റില്ല. നിങ്ങൾ പോയിക്കണോ? നമുക്ക് അതിനൊക്കെ യോഗ ഉണ്ടല്ലോ, നമുക്ക് ഇതൊന്നും യോഗല്ലേ. ഞങ്ങൾ നാഗൂര്, ഏർവാടി, അജ്മീർ, മുംബൈ. ഏർവാടിക്ക് മുന്നേ ചെറുതിലായിട്ട് പോയിട്ടുണ്ട്. ഏർവാടിക്ക് മാറിയില്ലേ? എവിടൊക്കെ പോയിട്ടുണ്ട് ഞാൻ പറയലോ. വലിയ സ്റ്റോർ മറ്റേ കാപ്പിപ്പൊടി ഉണ്ടോ? എങ്ങനെ ചായ കോഫിയോ? ബ്ലാക്ക് കോഫി. ചിന്നി ചേച്ചി. അപ്പൊ നമ്മൾ അങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ കൊണ്ടുവന്ന സ്വീറ്റൊക്കെ അമ്മക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഡയറക്റ്റ് അവിടെ വരുന്നതിനും കൊണ്ട് അവിടുത്തെ സ്പെഷ്യൽ, നമ്മൾ ഏതൊരു സ്ഥലത്തേക്ക് പോയിട്ട് നേരെ വീട്ടിൽ വരുമ്പോൾ സ്പെഷ്യൽ വാങ്ങിട്ട് വരണല്ലേ. അപ്പോൾ അവിടുത്തെ സ്പെഷ്യൽ വാങ്ങിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ആ സ്പെഷ്യൽ എന്താണെന്ന് അറിയും. നമ്മൾ കഴിക്കാത്ത കാരണം കൊണ്ട് വീട്ടിലേക്ക് വാങ്ങിയിട്ടില്ല. അപ്പൊ ഇവിടുന്ന് എന്തായാലും കുട്ടികളെ കഴിക്കട്ടെ എന്നിട്ടാണ് ഇവിടെ നാളെ പോകുന്നത്. ഏതാ ഭാഷ? ഇതേതാ ഭാഷ? അപ്പൊ അലേഹിം അരിബ് എവിടെ വെച്ചാൽ ഓല് പുറത്ത് പഠിക്കാണ്. നേരത്തെ വരുള്ളൂ. എത്ര നേരം ഓരോ കൂടെ കളിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഓള് പോയിട്ടുണ്ട്. അവൾക്ക് ഭയങ്കര സന്തോഷം. അലേഹക്ക് സനാൻ ഇങ്ങനെ എത്തി നോക്കിയായിരുന്നു. കുട്ടികൾക്കൊക്കെ സർപ്രൈസ്. രാവിലെ നീച്ച് നമ്മളെ എന്നെ കണ്ടുകൂടുന്ന അലേഹ. അപ്പൊ നമ്മൾ പോകാം. 2 ദിവസം ഇവിടെ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ വിശേഷങ്ങളൊക്കെ നമ്മളെ വ്ളോഗിൽ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും മിസ് ചെയ്യാതെ കാണാൻ. സർപ്രൈസ് ആയിട്ട് വന്നതാണ്, ആർക്കും അറിയില്ല. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും ബൈ 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 ബൈ. അസ്സലാമു അലൈക്കും. ബൈ ബൈ ബൈ. എന്ത് തരുന്നോ? ഭാഷ മറാഠി.